അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്തുവർഷം 2024 7-ാം മാസം 1-ാം തീയതി, ജൂലൈ 1-ാം തീയതി എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. അതേ വർഷങ്ങളെക്കുറിച്ചുള്ള കാലക്കണക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ ജൂലിയസ് സീസറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ജൂലൈ മാസമെന്ന് പേരിട്ടതെന്നാണ് പറയാറുള്ളത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്ന ജൂലിയസ് സീസർ അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്തുവാൻ വേണ്ടി 7-ാം മാസത്തിന് ജൂലൈ എന്ന് പേരിട്ടു. ചില മാസങ്ങൾ ചില രാജാക്കന്മാരുടെ ഓർമ്മകൾ നിലനിർത്തുവാൻ വേണ്ടിയാണ്. ഓഗസ്റ്റസ് സീസറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഓഗസ്റ്റ് മാസം ഉണ്ടായത്. ഒക്ടേവിയസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഒക്ടോബർ മാസം ഉണ്ടായത്. അങ്ങനെ ചില മാസങ്ങൾ ചില രാജാക്കന്മാരുടെയും ചില ദേവീദേവന്മാരുടെയും ഒക്കെ പേരുകൾ നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ പിന്നത്തേതിൽ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പിന്നത്തേതിൽ ചേർത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെ, ബൈബിളിൻ്റെ എഴുതിയ ആദ്യ കാലങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യാദിയുടെ ആദ്യ കാലങ്ങളിൽ ഇത്രാം ആണ്ട്, ഇത്രാം മാസം, ഇത്രാം തീയതി എന്നുള്ള ആ ശൈലിയായിരുന്നു പൊതുവായിട്ട് ഉണ്ടായിരുന്നത്. കാരണം നോഹയുടെ ജലപ്രളയ കാലത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് 7-ാം മാസം 17-ാം തീയതി അത് എന്നും 10-ാം മാസം 1-ാം തീയതി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. 7-ാം മാസം 17-ാം തീയതി അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചുവെന്നും 10-ാം മാസം 1-ാം തീയതി പർവ്വതത്തിൻ്റെ ശിഖരങ്ങൾ കണ്ടുവെന്നും ഒക്കെയുമാണ് പറഞ്ഞു വന്നിരുന്നത്. പിന്നത്തേതിൽ കാലവർഷമെന്നും ഇംഗ്ലീഷ് കലണ്ടർ, ഇംഗ്ലീഷ് വർഷമെന്നൊക്കെയുള്ള പേരുകൾ ഇട്ടപ്പോൾ ഇങ്ങനെ മാസങ്ങൾക്ക് ഈ നിലയിലുള്ള പേരുകളൊക്കെ വന്ന് ചേർന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവം അതെ കാലങ്ങളും സംവത്സരങ്ങളും ദിവസങ്ങളും ദൈവമാണ് വേർതിരിച്ചത് എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, അത് ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ എന്ന് ദൈവം തമ്പുരാൻ കൽപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു കാലങ്ങളും ദിവസങ്ങളും. അതെ, ദിവസങ്ങൾ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം, 7-ാം ദിവസം, 7 ദിവസങ്ങൾ. അങ്ങനെ ഒരാഴ്ചയിൽ 7 ദിവസങ്ങൾ. അങ്ങനെ ദിവസങ്ങളും സംവത്സരങ്ങളും 1-ാം വർഷം, 2-ാം വർഷം, അങ്ങനെ രാജാക്കന്മാരുടെയൊക്കെയും ഭരണത്തോട് ചേർന്ന് 1-ാം വർഷം, 2-ാം വർഷം അങ്ങനെയൊക്കെ പറയുന്ന ഒരു പതിവ് ഉണ്ടായി വന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ കാലത്ത് നമ്മൾ എന്താണ് വായിക്കുന്നത്? അത് 4-ാം മാസം 5-ാം തീയതി ദൈവത്തിൻ്റെ അരുളപ്പാട് യെഹെസ്കേലിനുണ്ടായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഈ വർഷത്തിൻ്റെ 7-ാം മാസത്തിൽ നമ്മൾ ഇങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ്. 7-ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സ്വർഗാരോഹണത്തിന് മുൻപേ പറഞ്ഞ തിരുവെഴുത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപൂർവ്വം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയായിരുന്നു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപേ കർത്താവ് പറഞ്ഞ വചനങ്ങൾ മത്തായി സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 48, 49 വാക്യങ്ങളിലും, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപേ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. ഈ ഭാഗങ്ങൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തെക്കുറിച്ച് വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നത് നസറേത്ത് മാനിഫെസ്റ്റോ എന്നാണ്. നസറേത്ത് മാനിഫെസ്റ്റോ, നസറേയനായ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു ഉപദേശമെന്നും മാനിഫെസ്റ്റോ എന്നും കൽപ്പനയെന്നൊക്കെ നമുക്ക് പറയാൻ തക്കവണ്ണം സാധിക്കുമ്പോൾ ഞാൻ വിനയപൂർവം
മത്തായി ശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ ഇവിടെ വായിക്കുകയാണ്. യേശു അടുത്തെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ എല്ലാ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുമ്പോൾ, ഗോ വിത്ത് മൈ അതോറിറ്റി, എൻ്റെ അധികാരത്തോടുകൂടെ നിങ്ങൾ പോകുക. ഗോ വിത്ത് മൈ പവർ, എൻ്റെ ശക്തിയോടുകൂടെ നിങ്ങൾ പോകുക. ഗോ വിത്ത് മൈ പ്രസൻസ്, എൻ്റെ സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾ പോകുക. ഗോ വിത്ത് മൈ പ്രോമിസ്, എൻ്റെ വാഗ്ദത്തത്തോടുകൂടെ നിങ്ങൾ പോകുക. ഇതിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട ഇന്ന് രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ്റെ കൊണ്ടും കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നത്, ഗോ വിത്ത് മൈ അതോറിറ്റി എന്ന് യേശു പറയുമ്പോൾ, അത് ഞാൻ ഇങ്ങനെ കൂടെ പറയട്ടെ, ലിവ് വിത്ത് അതോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ അതോറിറ്റിയോടുകൂടെ നമുക്ക് ജീവിപ്പാൻ്റെ കൊണ്ടമിടയായി തീരണം. മറ്റൊരവസരത്തിൽ പവർ എന്നുള്ളതിനും പ്രസൻസ്, അത് പ്രോമിസ് തുടങ്ങിയ ചിന്തകൾ നമുക്ക് വേറൊരു അവസരത്തിലാവട്ടെ. ഇന്ന് ലീവ് വിത്ത് മൈ അതോറിറ്റി എന്ന് കർത്താവ് പറയുകയാണ്. യേശു പറയുന്നു, ഗോ വിത്ത് മൈ അതോറിറ്റി, എൻ്റെ അധികാരത്തോടുകൂടെ നിങ്ങൾ പോകുക. അല്ലെങ്കിൽ ലീവ് വിത്ത് മൈ അതോറിറ്റി, എൻ്റെ അധികാരത്തോടുകൂടെ നിങ്ങൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ, വിശുദ്ധ ബൈബിളിൽ അതെ ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് നൽകിക്കൊടുത്ത ഏറ്റവും വലിയ അധികാരം എന്താണ്? ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യന് നൽകിക്കൊടുത്ത ഏറ്റവും വലിയ അധികാരം എന്താണ്? അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യജാതിക്ക് കൊടുത്ത ഏറ്റവും വലിയ അധികാരം. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം, അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് നമ്മൾ കാണുന്നു. ദൈവം മക്കളായിത്തീരുവാൻ, അത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സുവത്തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അത് ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ ഒരു പദവി ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തന്നിരിക്കുന്നു. റോമാലേഖനത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുകയാണ്. അവിടെ തന്നെ മക്കളെങ്കിലും അവകാശികളാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് കൂട്ടവകാശികളാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുവാൻ സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു എന്നുകൂടെ നമ്മൾ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയം ദൈവമക്കളായി തീരുവാനുള്ള അവകാശം, പദവി, അതോറിറ്റി കർത്താവ് നമുക്ക് നൽകി തന്നു. ആ അധികാരത്തിൻ്റെ പരിധിയിൽ ആയിരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തന്നതിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. അതെ, പലവിധമായിട്ടുള്ള അധികാരങ്ങൾ മനുഷ്യന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവിൻ്റെ നാമത്തിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും മരിച്ചവരെ ഉയർത്തുകയും ഒക്കെ ഉള്ള കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അധികാരം നമുക്ക് ദൈവം തമ്പുരാൻ പങ്കിടുമ്പോൾ അത് നമ്മളിൽ ആക്ടിവിറ്റി ആകുന്ന സംഗതികളാണെന്ന് തിരുവെഴുത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അധികാരം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം മക്കളായിത്തീരുവാൻ, ദൈവമകനായിത്തീരുവാനുള്ള അധികാരം ദൈവം നൽകി കൊടുത്തു. ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. സെമിനാർ നടക്കുന്ന അവസരത്തിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ ഡെലിഗേറ്റ്സിന് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അവരെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് അതിൽ കൊടുത്തിരുന്നത്. ഓരോരുത്തരെ ചുരുക്കം ചില വാചകങ്ങളിൽ അവരെ തന്നെ ഒക്കെയും അവരെഴുതി, ഞാൻ ഇന്ന ആളാണ്, ഇന്ന വീട്ടിലാണ്, ഇന്ന കുടുംബത്തിലാണ്, ഇന്ന ഡിഗ്രി എനിക്കുണ്ട്, അങ്ങനെ വലിയ പദവികളും കാര്യങ്ങളും, ഇന്ന ആളുകളുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട്, ഇന്ന ആളുകൾ എൻ്റെ ഫ്രണ്ട്സാണ്, അങ്ങനെ വലിയ ആളുകളും വലിയ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെയും ആളുകൾ പല നിലകളിൽ ആ സെമിനാറെ സംബന്ധിച്ച ആളുകൾ എഴുതിയപ്പോൾ ഒരു ദൈവത്തിൻ്റെ മകൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഒരു ദൈവത്തിൻ്റെ മകനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാകുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മകനെന്നുള്ള അവകാശം, ആ പദവി
നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പ്രാപിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകി തന്നിരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്താണ് നമ്മൾ അവിടെ കാണുന്നത്? പൗലോസ് ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീനെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ അനുകരിപ്പീനെന്ന് പറഞ്ഞിരിക്കുന്നു. അതേ, ദൈവത്തെ അനുകരിക്കുവാൻ അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ട്, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ പിൻപറ്റുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകി തന്നല്ലോ. നമുക്ക് മാതാപിതാക്കളുണ്ട്, നമുക്ക് ജന്മം ഭൂമിയിൽ നൽകി തന്ന മാതാപിതാക്കളുണ്ട്. നാം അവരെ സ്നേഹിക്കുന്നു, നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതേ, അങ്ങനെയൊക്കെയുള്ള കടപ്പാടുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കടപ്പാട് നമ്മളുടെ സൃഷ്ടിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ മകനായിരിക്കുവാൻ, മകളായിരിക്കുവാൻ. അങ്ങനെ ഞാൻ പറയുമ്പോൾ നമ്മളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ എന്താണ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത്? ദൈവം എന്ന് പറയുന്നത് അങ്ങ് വിദൂരതയിൽ ഇരിക്കുന്ന ഒരാശയമല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതേ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ, അപ്പ എന്ന് വിളിക്കുവാൻ, അതേ, മാനുഷികമായി നമുക്ക് ജന്മം നൽകി തന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. നമ്മളവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ അതിലുപരിയായിട്ട് നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മളുടെ പിതാവാണെന്നുള്ള ചിന്തയിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി തരുന്നതിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ലിവ് വിത്ത് മൈ അതോറിറ്റി. യേശു പറയുകയാണ്, എൻ്റെ അധികാരത്തോടുകൂടെ നിങ്ങൾ ജീവിക്കുക. ലീവ് വിത്ത് മൈ പ്രസൻസ്. എൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ലീവ് വിത്ത് മൈ പ്രോമിസ്. എൻ്റെ വാഗ്ദത്തങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ലീവ് വിത്ത് പ്രയർ. പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുക. അങ്ങനെ കർത്താവിന് വേണ്ടി ഒരു ദൈവത്തിൻ്റെ മകളെന്നുള്ള നിലയിൽ ജീവിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് നൽകി തന്നതിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. അതേ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.